നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. തെന്നിന്ത്യയിലെ മിന്നും താരമായിരുന്നു അഞ്ജലി. നിരവധി ചിത്രങ്ങളിൽ വേഷമിട്ടിരുന്ന അഞ്ജലിക്ക് നിരവധി ആരാധകരുമുണ്ട്. തമിഴ് സിനിമാ പ്രേമികൾക്ക് മാത്രമല്ല മലയാളികൾക്കും അടുത്തറിയാവുന്ന നടിയാണ് അഞ്ജലി. തമിഴിൽ കരിയർ ആരംഭിച്ച നടി തെലുങ്കിലും തിളങ്ങിയിട്ടുണ്ട്. പയ്യൻസ് എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലും അഞ്ജലി അഭിനയിച്ചിട്ടുണ്ട്. ജോജു ജോർജ് നായകനായി എത്തിയ ഇരട്ട എന്ന സിനിമയിലും നടി പ്രധാന വേഷത്തിൽ എത്തിയിരുന്നു. മികച്ച പ്രതികരണമാണ് ലഭിച്ചിരുന്നത്. അഞ്ജലിയുടേതായി പുറത്തെത്താറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നതും. ഇപ്പോഴത്തെ നടിയുടെ വിവാഹ വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത്. തെലുങ്ക് നിർമ്മാതാവുമായി അഞ്ജലി ഉടൻ വിവാഹിതയാകുമെന്ന് റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പ്രചരിച്ചിരുന്നു. സിനിമകൾക്ക് പുറമെ വെബ് സീരീസുകളിലും അഞ്ജലിയെ കാണാൻ തുടങ്ങിയ സമയമാണ് ഇപ്പോൾ. അതിനിടെയാണ് താരത്തിന്റെ വിവാഹത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പ്രത്യക്ഷപ്പെട്ടത്. ആന്ധ്രയിലെ ഒരു പ്രമുഖ നിർമ്മാതാവിനെയാണ് അഞ്ജലി വിവാഹം കഴിക്കാൻ പോകുന്നതെന്നാണ് വാർത്ത. ഇദ്ദേഹം നേരത്തെ വിവാഹം കഴിച്ച ആളാണെന്നും ആ ബന്ധം വേർപിരിഞ്ഞ ശേഷമാണ് അഞ്ജലിയുമായുള്ള വിവാഹത്തിലേക്ക് എത്തിയതെന്നും പറയപ്പെടുന്നു. എന്നാൽ അത് ആരാണെന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. നടിയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന സുഹൃത്തുക്കളുടെ പേരൊക്കെ ചേർത്ത് ഗോസിപ്പുകൾ ഇടയ്ക്കിടെ വരാറുണ്ട്. അതിനിടെ ഏതാനും മാസങ്ങൾക്ക് മുൻപ് അഞ്ജലി ഒരു വ്യവസായിയെ രഹസ്യമായി വിവാഹം കഴിച്ചതായി ഉള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു. എന്നാൽ കേട്ടതൊന്നും സത്യമല്ലെന്ന് പറഞ്ഞുകൊണ്ട് നടി തന്നെ രംഗത്തെത്തിയതോടെയാണ് അഭ്യൂഹങ്ങൾക്ക് വിരാമമായത്. അതുപോലെ തന്നെ നടൻ ജെയുമായി പ്രണയത്തിലാണെന്ന തരത്തിലും മുൻപ് വാർത്തകൾ പ്രചരിച്ചിരുന്നു. ഇടയ്ക്ക് അഞ്ജലി അഭിനയത്തിൽ നിന്നും വിട്ടുനിന്നപ്പോൾ ജെയ് കാരണം അഞ്ജലിയുടെ കരിയർ വരെ നശിച്ചുവെന്നും പ്രചരണങ്ങൾ ഉണ്ടായി. അടുത്തിടെ ഒരു അഭിമുഖത്തിൽ തനിക്ക് ജെയുമായി ഉണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ച് അഞ്ജലി തുറന്നു പറഞ്ഞിരുന്നു. ജെയ്യുടെ പേരിനൊപ്പം എൻ്റെ പേര് ചേർത്ത് ഗോസിപ്പുകൾ വരുന്നതിൽ എനിക്കൊന്നും ചെയ്യാനില്ല. കാരണം അത് എൻ്റെ കയ്യിലുള്ള കാര്യമല്ല. എനിക്കും കരിയറിൽ നിരവധി വീഴ്ചകളും ഉയർച്ചകളും ഉണ്ടായിട്ടുണ്ട്. വിവാദങ്ങൾ കൊണ്ടല്ല കരിയറിൽ പ്രശ്നങ്ങൾ വന്നത്. സിംഗം 2-ൽ ഡാൻസ് ഐറ്റം ഡാൻസ് ചെയ്തത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നതുകൊണ്ടാണ്. പാവകഥകളിൽ ഗ്ലാമർ കാണിച്ച് പെർഫോം ചെയ്തത് അവസരങ്ങൾ കുറഞ്ഞത് കൊണ്ടല്ല. ഇത്തരത്തിലുള്ള എല്ലാ ഗോസിപ്പും കേട്ട് വിഷമിച്ചിരുന്നു ഞാൻ. പിന്നീട് അത് ശ്രദ്ധിക്കാതെയായി. ഞാൻ വിവാഹിതയായെന്നും അമേരിക്കയിൽ സെറ്റിലായെന്നും വരെ ഗോസിപ്പുകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അത് മോശം വാർത്തയായിരുന്നില്ല, പക്ഷെ കേട്ടപ്പോൾ ചിരി വന്നു. ഞാൻ പോലും അറിയാതെ എൻ്റെ വിവാഹം നടന്നല്ലോ എന്നുവരെ ഞാൻ ആലോചിച്ചു. നിന്റെ കല്യാണം കഴിഞ്ഞുവോ എന്ന് അമ്മ വരെ ചോദിച്ചിരുന്നു. ആ ഗോസിപ്പ് വന്ന ശേഷം ചടങ്ങുകളിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് എൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ലെന്ന്. എപ്പോൾ വിവാഹിതയാകുമെന്നത് അറിയില്ല. മറക്കണമെന്ന് തീവ്രമായി ആഗ്രഹിക്കുന്ന നിരവധി വിഷയങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഞാൻ ഹാപ്പിയാണെന്നും അഞ്ജലി പറഞ്ഞു. ജന്മം കൊണ്ട് തെലുങ്കാണ് അഞ്ജലിയുടെ മാതൃഭാഷയെങ്കിലും തമിഴിലൂടെയാണ് അഞ്ജലി താരമായി മാറുന്നത്. തന്നെ സംബന്ധിച്ച് ഇന്റിമേറ്റ് രംഗങ്ങൾ ചിത്രീകരിക്കുക എന്നത് ഏറെ ബുദ്ധിമുട്ടുള്ളതാണെന്നും അഞ്ജലി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ചുംബന രംഗങ്ങൾക്കിടെ താൻ കാരവാനിലേക്ക് ഓടിപ്പോവുമെന്നും അവിടെ ഇരുന്ന് കുറെ നേരം കരഞ്ഞ ശേഷമാണ് താൻ തിരികെ ഷോട്ടിലേക്ക് വരികയെന്നുമാണ് അഞ്ജലി പറയുന്നത്. ഒരു പോയിന്റിലെത്തുമ്പോൾ ആ രംഗങ്ങൾ തന്നെ ട്രിഗർ ചെയ്യുമെന്നാണ് അഞ്ജലി പറയുന്നത്. ലിപ് ലോക്ക് രംഗമാകുമ്പോൾ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് പോകില്ലെന്ന് അറിയാമെന്നാണ് അഞ്ജലി പറയുന്നത്. You're watching me and you're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.